നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചതാണ്. കരീം ബെൻസിമയും സാദിയോ മാനയും നെയ്മർ ജൂനിയറും ഒക്കെ സൗദിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും അവർ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. 2 ബില്യൺ യൂറോ അവർ സ്പെൻഡ് ചെയ്യുമെന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തേക്ക് വന്നിരുന്നു. കിലിയൻ എംബാപ്പയെ സൗദി അറേബ്യ കൊണ്ടുപോകുമോ? കിലിയൻ്റെ പി എസ് ജിയുമായിട്ടുള്ള കരാർ ഇതാ അവസാനിക്കുകയാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് കിലിയനെ സ്വന്തമാക്കാൻ ഒരു ശ്രമം അൽ ഹിലാലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നതാ. പക്ഷെ അന്ന് എംബാപ്പെ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും എംബാപ്പയുടെ പേര് വരികയാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ചില വാർത്തകൾ വരുന്നു. RMC സ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിൻസ് അബ്ദുൽ അസീസ് അൽ സൗദ് ഈ കിലിയൻ എംബാപ്പയെ കുറിച്ച് പറയുന്നത് നോക്കുക. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് കിലിയനെ ഇഷ്ടമാണ്. അദ്ദേഹം മികച്ചൊരു പ്ലെയറാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം സൗദി അറേബ്യയിൽ കളിക്കും. അദ്ദേഹത്തെ അവിടെ കാണാൻ പറ്റുമെന്നാണ്. ഞങ്ങളുടെ ചാമ്പ്യൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ടീമിൽ അദ്ദേഹം കളിക്കുന്ന ദിവസം വരും എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രിൻസ് അബ്ദുൽ അസീസ് അൽ സൗദ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്. സൗദി അറേബ്യ ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയൊരു ശക്തിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഞങ്ങളുടെ ടീമിലുണ്ട്. കരീം ബെൻസിമ ഞങ്ങളുടെ നാട്ടിലാണ് കളിക്കുന്നത്. ഒരു സ്ട്രോങ് ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്കുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യും. കൂടുതൽ സ്റ്റാർസ് സൗദി അറേബ്യയിലേക്ക് എത്തും. സൗദി അറേബ്യയുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്പർ 1 ആവുക, ഫുട്ബോളിൽ അധികം വൈകാതെ നമ്പർ 1 ആവുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി പ്രോ ലീഗിന്റെ ഡയറക്ടറായിട്ടുള്ള മൈക്കേൽ എമാനലോ പറഞ്ഞത്, എന്തെങ്കിലും പോസിബിലിറ്റി എംബാപ്പയുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് എന്ന് മൈക്കേൽ എമനാലോയും പറഞ്ഞിരുന്നു. അപ്പം അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എംബാപ്പെ ടു സൗദി കേൾക്കേണ്ടി വരുമോ? കാരണം എംബാപ്പെ തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് സൂപ്പർ താരങ്ങളൊക്കെ യൂറോപ്പ് വിട്ടുപോയ ഒരു സീസണാണ് കടന്നുപോയത്. ഈ ഫുട്ബോളിൽ ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. താനും തൻ്റെ ടേൺ വരുമ്പോൾ യൂറോപ്പ് വിടും എന്ന് എംബാപ്പെ തന്നെ പറഞ്ഞിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.